ഞാൻ തന്നെ ഇപ്പോൾ കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റ് പ്രസിഡന്റ്, ഞാൻ മുസ്ലിമാണ്. എനിക്ക് മുഴുവൻ വോട്ട് ചെയ്തിട്ടുള്ളത് ഹിന്ദുക്കളാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും വലിയ വർഗീയതയൊന്നുമില്ലാന്നേ. അത് ഇലക്ഷൻ്റെ സമയത്ത് കുറേ അനാവശ്യ ചർച്ചകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരുടെ ചില മൗലവിമാരുടെയൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകളിലൂടെ, മനസ്സിലല്ലേ, ഹിന്ദു വർഗീയവാദികളുടെ പ്രസ്താവനകളിലൂടെ ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആര് പ്രീണിപ്പിച്ചാലും അനാവശ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെയും മറ്റുള്ളവരൊന്നും പ്രീണിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നേ. അതൊക്കെ അത് ഒരു വിഴുപ്പ് ചുമക്കലായി പോവും. കാരണം അവർ എന്താ ചെയ്യാൻ പോകണമെന്ന് അവർക്ക് തന്നെ വിവരമില്ലാത്ത കൂട്ടരാണ്. അത് ഒരു കാലത്ത് SRP ഉണ്ടാക്കി, ഒരു കാലത്ത് NDP ഉണ്ടാക്കി, മനസ്സിലല്ലേ. അതിൻ്റെ ഓർമ്മ വെച്ചതൊക്കെ പറയണം, പേരുകളിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. പിന്നീട് ഇപ്പോൾ BJDS ഉണ്ടാക്കി. BJDSന് ഇപ്പോൾ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞു. BJDSന് എത്ര സീറ്റ് കിട്ടി കേരളത്തിൽ? ഭാരതീയ ജനതാ പാർട്ടി ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്. അതിനെപ്പറ്റി ഞങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വെച്ച് നോക്കുമ്പോൾ ഇത് അവരവിടെ നിൽക്കുന്നു. അപ്പോൾ അതാണ് അനാവശ്യമായിട്ട് നമ്മൾ സമസ്തയുടെ സ്റ്റേജിലും കയറണ്ട, നമ്മൾ വെള്ളാപ്പള്ളിയെ കാറിലും കയറ്റണ്ട. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം നമ്മൾ ചോദിച്ചു അവരുടെ ഇതുകൊണ്ട് മാത്രമല്ലേ ഭൂരിപക്ഷത്തിൽ വന്നതെന്നുള്ളത്.